ഹലോ. അപ്പോൾ കുറേ ദിവസത്തിന് ശേഷമാണ് ഒരു ഓൺ വോയിസിലൊരു വീഡിയോ ഒക്കെ ചെയ്യുന്നത്. ഇന്നിപ്പോൾ എന്താ വെച്ചാൽ പെട്ടെന്നൊരു ബ്രേക്ക് കിട്ടി ഞങ്ങൾക്ക്. ഇന്ന് ഷൂട്ടില്ല. അപ്പോൾ ഞങ്ങൾ തലേ ദിവസം തന്നെ ചെറിയൊരു പ്ലാനൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളുടെ ക്രൂ കംപ്ലീറ്റ് ടർഫൊക്കെ ബുക്ക് ചെയ്ത് ക്രിക്കറ്റ് കളിക്കാൻ പോകാമെന്നൊക്കെ പറഞ്ഞ്. പിന്നെ അതാണ് ഇപ്പോഴത്തെ മെയിൻ പ്ലാൻ. ഇപ്പോൾ എഴുന്നേറ്റ് ബാക്കി പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് അങ്ങോട്ട് ഇറങ്ങാനുള്ളൊരു പരിപാടിയിലാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഒരു ഫുൾ ഡേ വ്ളോഗ് പോലെ ചെയ്യാമെന്ന് കരുതി. അപ്പോൾ അത് ഈ റൂമിൽ നിന്ന് ഇറങ്ങുകയാണ്. ഇവിടെ ഞാനും ഡയറക്ടർ സാറുമാണ് ഇവിടെ ഉള്ളത് ഈ ഹോട്ടൽസിൽ. പിന്നെ ബാക്കിയുള്ളവരൊക്കെ പുറത്ത് ഒക്കെ ആയിട്ടാണ്. അപ്പോൾ ഇവിടെ ടർഫിലെത്തി എല്ലാവരും വന്നുകൊണ്ടിരിക്കുകയാണ്. ചുമ്മാ ആദ്യം കയറി പറഞ്ഞ് ഞങ്ങൾ ചുമ്മാ പ്രാക്ടീസൊക്കെ ചെയ്തു. കുറേ കാലങ്ങൾക്ക് ശേഷം ഇറങ്ങുന്നതുകൊണ്ട് ചുമ്മാ വെറുതെ പ്രാക്ടീസൊക്കെ ചെയ്തു. ഞങ്ങളുടെ പത്രമാറ്റിൻ്റെ ബിഹൈൻഡ് ദ ക്യാം ക്രൂവാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ പ്രൊഡക്ഷനിലെയും ആർട്ടിലെയും യൂണിറ്റിലെയും ഡിറക്ഷൻ ടീമിലെയും എല്ലാം ഞങ്ങളുടെ എന്താ പറയുക, ദ ബാക്ക് ബോൺ ഓഫ് പത്രമാറ്റാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവരൊക്കെ ഇങ്ങനെ കട്ടൊക്കെ നിൽക്കുന്നതുകൊണ്ടാണ് നമ്മളൊക്കെ സ്ക്രീനിലിങ്ങനെ വരുന്നതൊക്കെ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ 3-4 ഫ്രണ്ട്ലി മാച്ചസൊക്കെ കളിച്ചു. 5 പേര്, ഞങ്ങൾ ടോട്ടലാകെ 11 പേരേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ 5 പേരും ഒരു ടീമിൽ, മറ്റേ ടീമിൽ 6 പേരുമായിട്ട് ടീമൊക്കെ ഇട്ടിട്ട് ഞങ്ങൾ ജസ്റ്റ് ഫ്രണ്ട്ലി മാച്ചൊക്കെ കളിച്ച് പിന്നെ ലാസ്റ്റ് മാച്ച് ആയപ്പോഴേക്കും എനിക്ക് പോവാറായി. എങ്ങോട്ടാന്നുള്ളതൊരു ചെറിയൊരു ട്വിസ്റ്റാണ്, നിങ്ങൾക്ക് വഴിയത് മനസ്സിലാവും. ഗൈസ്, അപ്പോൾ ഇതാണ് ട്വിസ്റ്റ്. ഇത് കംപ്ലീറ്റ് പത്രമാറ്റ ടീമുണ്ട് ലുലുവിൽ. ആദർശേട്ടനും നയനയില്ല. രണ്ടാൾക്കാർക്കും ചെറിയ പരിപാടികളായിട്ട് അവർക്ക് വരാൻ പറ്റിയില്ല. ബാക്കി നമ്മളെല്ലാവരും ഒരുവിധം ഉണ്ട്. അതേ അക്കും വന്നു. അക്കുമിൻ ആകാശ്, ഞങ്ങളങ്ങനെയാണ് വിളിക്കുക. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ചെറിയൊരു കാപ്പിയൊക്കെ കുടിച്ച് റൈഡ്സ് കയറാനുള്ള പരിപാടികളാണ്. എല്ലാവർക്കും അറിയാം, ലുലുവിലെ റൈഡുകളൊക്കെ എല്ലാവർക്കും അറിയുന്നതാണല്ലോ. അപ്പോൾ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്ത് ഓരോരോ റൈഡായിട്ട് ട്രൈ ചെയ്യാനുള്ള പരിപാടിയാണ്. ഭയങ്കര എന്താ പറയുക, എക്സൈറ്റഡ് ആണ്, കാണുമ്പോൾ തന്നെ അറിയാം.
എന്തായാലും ഒരു കിടിലൻ റൈഡായിരുന്നു. എൻ്റെ അമ്മ അന്യായ എക്സ്പീരിയൻസ് ആയി പോയി. അവിടെ കുറേ സ്കൂളിലെ പിള്ളേർ ഉണ്ടായിരുന്നു. അവരൊക്കെ ഭയങ്കര പത്രമാറ്റ് ഫാൻസാന്നൊക്കെ പറഞ്ഞ് നമ്മളോടൊക്കെ വന്ന് സംസാരിച്ചു. ഭയങ്കര സന്തോഷമായി. അവർക്കും എല്ലാവരും ഒരുമിച്ച് ഇങ്ങനെ കാണാൻ പറ്റി. അപ്പോൾ അടുത്ത റൈഡിലേക്ക് പോവുകയാണ്. ഇത് ഈ കാണുന്ന പോലെ അത്ര സ്മൂത്തായിട്ടുള്ള പരിപാടിയല്ല. ഇത് മുന്നോട്ട് പോകുന്തോറും ഇതിൻ്റെ ആക്ഷൻസ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇങ്ങനെ കറങ്ങിയിട്ടും തിരിഞ്ഞിട്ടും, അപ്പോൾ അതൊക്കെ ഭയങ്കര ഒരു രസമായിരുന്നു. ഇപ്പം കഴിഞ്ഞതും അടിപൊളി ഒരു റൈഡായിരുന്നു. അത് ഞങ്ങൾ വീണ്ടും കയറി കേട്ടോ. ഞങ്ങൾ എല്ലാം കഴിഞ്ഞ് പോകുന്നതിൻ്റെ ഇടയിൽ വീണ്ടും ഒരു വട്ടം കൂടെ അതിൽ കയറി. അത്ര അടിപൊളിയായിരുന്നു. ഇപ്പം ഞങ്ങൾ പിന്നെ കാറ് ഡ്രൈവ് ചെയ്യുന്ന കണ്ടിട്ടില്ലേ, നമ്മൾ ഏതൊരു അമ്യൂസ്മെൻറ്റ് പാർക്കിൽ പോയാലും കാണുന്ന കാർ ഡ്രൈവിലേക്ക് പോയി. ഈ റൈഡ് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ അടുത്ത് പോയത് മറ്റേ ഇടിയുടെ പള്ളിപ്പെരുന്നാളായിരുന്നു. മൊത്തം ഇടിച്ചിട്ട് അറിയാലോ നമ്മുടെ സ്ട്രെങ്ത് എത്ര ഉണ്ട് എന്നുള്ളത് മെഷർ ചെയ്യുന്ന പരിപാടി. അതെല്ലാവരും ട്രൈ ചെയ്തു. ഏറ്റവും ടോപ്പിലടിച്ചത് ആകാശ് തന്നെയായിരുന്നു കേട്ടോ. അതും അടിപൊളിയായിരുന്നു. എല്ലാവരും നല്ല അടിപൊളിയായിട്ട് തന്നെ ട്രൈ ചെയ്തു. കണ്ടില്ലേ, ദേവയാനി, നീനാമ്മ, അങ്ങനെ കനകദുർഗ, അങ്ങനെ ഓരോരോ ആൾക്കാരായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്. അനുവിൻ്റെ ഒരു ആവേശമൊക്കെ കണ്ടില്ലേ, ഭയങ്കരമായിരുന്നു. ഹനുമാൻ കഴിഞ്ഞാൽ പിന്നെ അനുവാണെന്നാണ്, അങ്ങനെയാണ് വെപ്പ്.
അതും കഴിഞ്ഞപ്പോൾ ഏകദേശം ഒരു 3 മണിയോളമായി. അപ്പോൾ നമ്മുടെ പ്രധാന പരിപാടിയിലേക്ക് എത്തി, ഫുഡ് കോർട്ടിലേക്ക് എത്തി. നമ്മൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തു. തലപ്പാക്കട്ട്, ബക്കറ്റ് ബിരിയാണി, അതുപോലെ KFC, പിസ്സ എല്ലാം ഓർഡർ ചെയ്തു. അത്യാവശ്യം നല്ല പോളിംഗ് ആയിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഒരു റീൽസ് എടുക്കാമെന്ന് കരുതി. നിങ്ങളെല്ലാവരും ഇന്നലെ ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലൊക്കെ കണ്ടിട്ടുണ്ടാവും ഒരു റീല്. അപ്പോൾ അതിൻ്റെ ഇത് നോക്കുക കേട്ടോ. സ്റ്റെപ്പൊക്കെ അപ്പം തന്നെ ഞങ്ങൾ ജസ്റ്റ് നോക്കി ചുമ്മാ കളിച്ച് അത് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവരും കൊളാബൊക്കെ ചെയ്ത്. അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും പിന്നെ നയന വന്നു. അപ്പോൾ ഞങ്ങൾ ഒന്നും കൂടെ റൈഡുകളിലേക്കൊക്കെ ഒന്ന് പോയി. 1-2 റൈഡിലൊക്കെ ഞങ്ങൾ വീണ്ടും കയറി. അത് കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും ഫുഡ് കോർട്ടിലേക്ക് തന്നെ വന്നു ഒരു കാപ്പി കുടിക്കാൻ വേണ്ടിയിട്ട്. ഇത് ഉച്ചയ്ക്കുള്ള ബക്കറ്റ് ബിരിയാണി ഞങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ബാക്കി ഞങ്ങളത് കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നു. നയന വന്നതും അതെടുത്ത് ചാമ്പിക്കൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഒരു ട്രോൾ വീഡിയോയും കൂടെ ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട് ഈ വിഷ്വൽ വെച്ചിട്ട്. അത് ഉടൻ തന്നെ വരുന്നതായിരിക്കും. ഫുഡിങ്ങിൻ്റെ കാര്യത്തിൽ നവ്യയും തീരെ പുറകിലല്ല. അവളും കൈയിട്ട് വരാൻ വന്നിട്ടുണ്ട്. ഹലോ. അപ്പോൾ ഗൈസ്, ഞങ്ങൾ റൂമിൽ പോവുകയാണ്. എന്തായാലും ഒരു അടിപൊളി ദിവസമായിരുന്നു. Bye. Accent, guys.